ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റുള്ള പാൽപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി പാൽപ്പത്തിരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. 1 കപ്പോ ഗ്ലാസ്സോ അളവായിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 2 കപ്പ് വെള്ളമാണ് കേട്ടോ 1 കപ്പ് പൊടിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളും തരികളും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ 1 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതാ നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുത്തത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ നമ്മൾ തണുത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് തണുപ്പ് മാറിയ ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 4 ഏലക്കായും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. മധുരം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത് അടിച്ചെടുത്തത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മൈദപ്പൊടി കലക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോഴിമുട്ട ചേർത്തിട്ട്, അതൊന്ന് കുറച്ച് പകുതി മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്ത ഫ്ലേവർ ഉണ്ടല്ലോ, ഗ്രീൻ കളറിൽ കിട്ടുമല്ലോ, ആ ഒരു ഫ്ലേവർ 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളർഫുൾ ആവും കേട്ടോ. കുറച്ച് ഗ്രീൻ കളറും പിന്നെ കുറച്ച് വൈറ്റ് കളറും ആയിട്ടാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പിസ്ത ഫ്ലേവർ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റോസ് മിൽക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് കാണാൻ നല്ലൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് കളർ ചേർത്തത്. അപ്പോൾ അതാ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ ദോശ തവിയിലേക്ക് നമ്മൾ ദോശയൊക്കെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. പക്ഷേ ഇത് നല്ല തിന്നായിരിക്കണം കേട്ടോ. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു കട്ടിപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം തിന്നായിട്ട് തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കളറിലുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ തിന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രീൻ കളറിൽ പിസ്തേൻ്റെ ഫ്ലേവർ ചേർത്തിട്ടുള്ള ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തിന്നായിട്ട് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 മാവും കൂടെ ചുട്ടിട്ട് ഒരു 7-8 എണ്ണൊറ്റ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് 1 കപ്പ് മാവിൽ. അപ്പോൾ അതങ്ങനെ ഞാൻ ഗ്രീൻ കളറിലുള്ളതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചുട്ടെടുത്ത ശേഷം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാതെ വിട്ടിട്ട് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളത് ഓരോന്ന് ചുട്ടെടുത്തത് ഇനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ അതാ ചൂടായ നെയ്യിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് നല്ല പോലെ തന്നെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുക കേട്ടോ. മുന്തിരി കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമ്മളത് കോരിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് നെയ്യ് ഉണ്ടല്ലോ, അത് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും കോഴിമുട്ടയുടെ മിക്സ്. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നെയ്യാക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോൾ കുറച്ചധികം കൂടെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ. ഇതേ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ വറുത്ത് കോരി മാറ്റിയ ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് മാത്രം വാട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പം നമ്മളിതാ വാട്ടിയെടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ടയും പാലും പഞ്ചസാരയും ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നെയ്യ് പാത്രത്തിന് ഉൾഭാഗത്ത് മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ ചുട്ടെടുത്ത ആപ്പം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോഴിമുട്ടയും പഞ്ചസാരയും ഒക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വേറെ ചുട്ടെടുത്ത് ഒരു ആപ്പം വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഈ കോഴിമുട്ടയും പാലും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
അതുപോലെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുക്കർ അധികം വലിപ്പമില്ലാത്ത കുക്കറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നെയ്യൊക്കെ ബ്രഷ് ചെയ്തിട്ടും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ കേക്കിൻ്റെയൊക്കെ ടിന്നുണ്ടെങ്കിൽ അതിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതൊന്നും ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് വലിയ പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു പാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ അവസാനമായിട്ടുള്ള ലാസ്റ്റത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്കിത് ഇഡലിച്ചട്ടിയിലോ കുക്കറിലോ ഏതിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മൾ കേക്കിനൊക്കെ എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. അതും എനിക്കിവിടെ വന്നത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ബേക്ക് ചെയ്യാൻ വേണ്ടി സമയമെടുത്ത്. ഓരോരുത്തർക്കും നമ്മൾ എത്രയാണോ അപ്പം വെച്ചിട്ട് അതിൽ എത്ര ലെയറാണോ അതിനനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് വെന്ത് വരാനായിട്ട് ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഡിയം ഫ്ലെയിമിട്ടിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ അവസാനമായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തതിൽ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഒരു കളർഫുള്ളായിരിക്കും, കുട്ടികൾക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുക, അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമ്മൾ വരുന്ന വിരുന്നുകാരൻ്റെ മുമ്പിൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് ഘട്ടം അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച്. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുകളിലേക്ക് പൊന്തി വന്നിരിക്കുന്നത് കണ്ട. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ അത് പാകമായി നമുക്കറിയാം. പാകമായി കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയ ശേഷം വേണം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.